ഹായ് സാർ, നമസ്കാരം. ഈ ഒരു പ്രോഗ്രാം ആരംഭിക്കുന്നത് 2015-ലാണ്. 2018-ലാണ് ഇന്ത്യയിലേക്ക് പേൾവെയിൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റ് അവതരിപ്പിക്കപ്പെടുന്നത്. ഇതൊരു ഇ കോമേഴ്സ് വെബ്സൈറ്റ് ആണ്, ഇ കോമേഴ്സ് ബിസിനസ് വെബ്സൈറ്റ്. ഈ ഒരു പ്രോഗ്രാം 6 പ്രൊജക്റ്റുകളാണ് അവതരിപ്പിക്കുന്നത്. ഡിജിറ്റൽ ബാങ്കിങ്, ക്രിപ്റ്റോ കറൻസി, സോഷ്യൽ മീഡിയ, മൊബൈൽ നെറ്റ്വർക്ക്, ഗെയിമിംഗ് പ്ലാറ്റ്ഫോം, ഇ കോമേഴ്സ്. ഒരു വ്യക്തി ഇതിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഈ ഒരു 6 പ്രൊജക്റ്റിന്റെ പാർട്ണറായിട്ടാണ് കടന്നു വരുന്നത്. ഇതിലേക്ക് കടന്നു വരാൻ ഒരു വ്യക്തി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ കയറി ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. ട്രസ്റ്റ് വാലറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബിറ്റ്കോയിൻ അതുപോലെ ഡിജിറ്റൽ കറൻസികളൊക്കെ ക്രിയേറ്റ് ചെയ്യുകയും പിയർ ടു പിയർ വഴി ഉപയോഗിക്കുകയൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാലറ്റാണ് ട്രസ്റ്റ് വാലറ്റ്. ആ ട്രസ്റ്റ് വാലറ്റിൽ PVC മെറ്റ എന്ന് പറയുന്ന മൾട്ടി പർപ്പസ് NFT ടോക്കൺ 1000 എണ്ണം വാങ്ങി ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നു വരേണ്ടത്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇവിടെ 1-2 വളരെ പ്രധാനപ്പെട്ട അവസരങ്ങളാണ് സിസ്റ്റം നൽകുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റെഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ കോമ്പൗണ്ടിങ്, അതുപോലെ തന്നെ ഏർലി ബേർഡ് ഓഫർ എന്നിവയിലൂടെ ഒരു വ്യക്തിക്ക് അവരുടെ കയ്യിലുള്ള പണത്തെ വളരെ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരമാണ് സിസ്റ്റം നമുക്ക് തരുന്നത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സിസ്റ്റത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്ന സമയത്ത് 1000 ദിവസമാണ് ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. അതുപോലെ 0.20 ആണ് അദ്ദേഹം എന്താണോ ഈ ഒരു പ്രൊജക്റ്റിൽ ചെയ്തിരിക്കുന്നത് അതിന്റെ റിവാർഡായി തിരിച്ചു ലഭിക്കുക. അത് 1000 ദിവസം തുടർച്ചയായി ലഭിക്കുകയും അദ്ദേഹം എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത്, ഉദാഹരണത്തിന് 1 ലക്ഷം രൂപയാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ അദ്ദേഹത്തിന് 100% തിരിച്ചു കിട്ടും. 2 ലക്ഷം രൂപയായി 1000 ദിവസം കൊണ്ട് തിരിച്ചു കിട്ടുന്നു. അതുപോലെ ഈ ഒരു പ്രൊജക്റ്റിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞ് ഒരു 3.5 വർഷക്കാലമാണ് അതിന്റെ പീരീഡ് എന്ന് പറയുന്നത്. അതിനുശേഷം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വീണ്ടും അടുത്ത ഭാഗമായ ടോക്കൺ ഫാമിംഗ്, അതായത് ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടന്നു വരാം. ഉദാഹരണമായി അക്കൗണ്ട് ഓപ്പൺ ആക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് 1000 ദിവസം കൊണ്ട് തന്നെ അദ്ദേഹം വാങ്ങി അദ്ദേഹത്തിന്റെ ട്രസ്റ്റ് വാലറ്റിൽ സൂക്ഷിച്ച 1000 PVC മെറ്റ ഒരു ദിവസം 2 എണ്ണം വീതം തിരികെ ലഭിച്ചുകൊണ്ട് 1000 ദിവസം കൊണ്ട്, അതായത് 0.20 2 ഉണ്ടാവുക. 1000 ദിവസം കൊണ്ട് 2000 PVC മെറ്റ നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും. അന്ന് അതിന്റെ വില 100 രൂപയോ 500 രൂപയോ എത്ര ആയാലും ശരി, അന്ന് മുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന്റെ 2ാമത്തെ ഭാഗമായ ടോക്കൺ ഫാമിംഗിലേക്ക് പ്രവേശിക്കാം. അതല്ല, ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് താങ്കൾ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുകയും പെട്ടെന്ന് തന്നെ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 100 USDT ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പ്രോഗ്രാമിലെ 2ാമത്തെ ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. 100 USDT നിങ്ങൾക്ക് റിവാർഡായി എല്ലാ ദിവസവും തിരികെ ലഭിക്കുന്നത് 0.20 ആണ്. 1000 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 200 USDT ആയി നിങ്ങളുടെ ആ 2ാമത്തെ ഭാഗം അവിടെ അവസാനിക്കും. ഇവിടെ നമുക്ക് USDT എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും പെട്ടെന്ന് മനസ്സിലാവണം എന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ ഇന്ത്യൻ INR രൂപത്തിൽ പറയുകയാണെങ്കിൽ ശരാശരി 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് 0.20 ഡെയിലി 200 രൂപയാണ് അദ്ദേഹത്തിന് ലഭിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് 1000 ദിവസം കൊണ്ട് 2 ലക്ഷം രൂപ റിട്ടേൺ ലഭിക്കുന്നു. സിസ്റ്റത്തിന്റെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും 85% അദ്ദേഹത്തിന് തിരികെ ലഭിക്കുക. 15% സിസ്റ്റം തന്നെ കോമ്പൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്കറിയാം, ലോകത്തിൽ വളരെ നല്ല രീതിയിൽ ഇൻകം നേടുന്ന 2 രീതികളാണ് നിലവിലുള്ളത്. ഒന്ന് ആക്റ്റീവ് ഇൻകം എന്നുള്ളതും പാസീവ് ഇൻകം എന്നുള്ളതും. ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാധാരണ നമ്മൾ ഇന്ന് കാണുന്ന ട്രഡീഷണൽ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ഡോക്ടർ ആയിക്കോട്ടെ, വക്കീലായിക്കൊള്ളട്ടെ, എല്ലാവരും ഈ ഒരു ആക്റ്റീവ് ഇൻകത്തിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഒരു വ്യക്തിക്ക് തൊഴിൽ സാഹചര്യം നിലനിൽക്കുമ്പോഴും അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാനുള്ള ഫിസിക്കൽ കണ്ടീഷൻ അദ്ദേഹത്തിന് ഉള്ളപ്പോഴും മാത്രമാണ് അദ്ദേഹത്തിന്
അദ്ദേഹത്തിന്റെ ഊർജം ചെലവഴിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ചുള്ള പണം നേടാനുള്ള അവസരം ലഭിക്കുന്നുള്ളൂ. അതിനെയാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. പക്ഷേ പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് പാസീവ് ഇൻകം നേടുന്നത്. ഒന്ന് ബിസിനസ്സുകാരും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സും. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അദ്ദേഹം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിലോ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ പണമാണ് പിന്നീട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അദ്ദേഹം സൃഷ്ടിച്ച ഒരു എന്താ പറയാ, അദ്ദേഹം സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയും ആ സിസ്റ്റമാണ് അദ്ദേഹത്തിന് വേണ്ടി പിന്നെ പ്രവർത്തിക്കുന്നത്. അവിടെയും ലേബേഴ്സ് അവരുടെ സമയം വിലക്ക് വാങ്ങുകയും അവരുടെ ഊർജം മൊത്തമായി നേടിയെടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഒരു ബിസിനസ്സുകാരൻ പണം കണ്ടെത്തുന്നത്. പക്ഷേ സാധാരണ ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അവിടെയാണ് പേൾബെൻ ഇന്റർനാഷണൽ ഏതൊരു സാധാരണക്കാരനെയും ഒരു വളരെ വലിയ പാസീവ് ഇൻകത്തിന് ഉടമയാക്കുന്ന രീതിയിലുള്ള പ്രൊജക്റ്റ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മാത്രമല്ല PVC മെറ്റ എന്ന് പറയുന്ന ഈ മൾട്ടിപർപ്പസ് ടോക്കൺ ഇപ്പോൾ നിലവിൽ 55 ലക്ഷം ആളുകളെ ഈ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞു. ഏകദേശം 2.5 ലക്ഷം 3 ലക്ഷം ആളുകളാണ് PVC മെറ്റ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. PVC മെറ്റയെ സിസ്റ്റം പറയുന്നത് ഫ്യൂച്ചർ ഓഫ് മണി, ഭാവിയിലെ പണം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ലോകത്തിന്റെ പണമായി PVC മെറ്റ മാറുന്നത്? അതിനു വേണ്ടിയാണ് സിസ്റ്റം മറ്റ് 4 പ്രൊജക്റ്റുകൾ അവതരിപ്പിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയെ കുറിച്ച് നമുക്കറിയാം, ഒരു സാധാരണ എല്ലാ മനുഷ്യന്റെയും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ്. ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു സെർച്ച് എഞ്ചിൻ പേൾബെൻ ഇന്റർനാഷണൽ അവതരിപ്പിക്കുന്നു. ആ സെർച്ച് എഞ്ചിനിലൂടെ നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ സർവീസും ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് PVC മെറ്റ എന്ന് പറയുന്ന മൾട്ടി പർപ്പസ് ടോക്കൺ റിവാർഡായി കിട്ടുന്ന ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത്. അങ്ങനെ ആകുമ്പോൾ ലോകം മുഴുവൻ പെട്ടെന്ന് ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് PVC മെറ്റ വളരും. തീർച്ചയായും ഒരു ഫാമിലിയിലെ 4-5 ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു പോകുമ്പോൾ നല്ലൊരു റിവാർഡ് ലഭിക്കാനുള്ളൊരു സാധ്യത സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്നു. സ്വാഭാവികമായും അങ്ങനെ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് റിവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വ്യക്തി തീർച്ചയായും നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാമുമായി അതിൻ്റെ ഒരു അക്കൗണ്ട് നിങ്ങൾ എപ്പോഴായാലും ഓപ്പൺ ആക്കേണ്ട ഒരു അവസ്ഥ വരും. ഇപ്പോൾ ലഭിക്കുന്ന ഒരു ലളിതമായ രീതിയിലുള്ള അവസ്ഥയിൽ നിന്ന് വളരെ ഹൈ ലെവലിലേക്ക് ഇതിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് നേടിയെടുക്കാനുള്ള പ്രോസസ്സ് വലുതായി നമുക്ക് മാറുന്നതായി നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെയാണ് മൊബൈൽ നെറ്റ്വർക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു സിം ഓൾറെഡി ഒരു വ്യക്തി ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ ഡാറ്റകളും ആ സിമ്മുമായി ബന്ധപ്പെട്ട് നൽകേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ ഈ ഒരു മൊബൈൽ നെറ്റ്വർക്കിന്റെ താഴെ ലോകം മുഴുവൻ വൺ വേൾഡ് വൺ സിം എന്നാണ് പറയുന്നത്. നമുക്ക് റോമിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒരു മൊബൈൽ സർവീസ് ലഭിക്കുമ്പോഴും ഈ ഒരു കമ്മ്യൂണിറ്റിന്റെ കീഴിൽ ലോകത്തിലെ എല്ലാ ആളുകളും പെട്ടെന്ന് എത്തിച്ചേരുന്ന അവസ്ഥയിലേക്ക് സിസ്റ്റം വളരും. അതുപോലെയാണ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒട്ടനവധി ഗെയിമുകൾ ആളുകൾ ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ മെറ്റാവേഴ്സ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് പുതിയ ഗെയിമിംഗ് അവസരങ്ങളിലേക്ക് വാതിൽ തുറക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ആ ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം കൂടി സിസ്റ്റം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് ഇ-കോമേഴ്സ് എന്ന് പറയുന്നത്. ഇ-കോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ശരാശരി മനുഷ്യന്റെ എല്ലാ താല്പര്യങ്ങളെയും സംരക്ഷിക്കുന്ന രീതിയിലാണ് ഇ-കോമേഴ്സ് എന്ന് പറയുന്ന പ്രോസസ്സ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബങ്കി എന്ന പേരിലാണ് ഇ-കോമേഴ്സ് പേൾബെൻ അവതരിപ്പിക്കുന്നത്. 5000-ലധികം പ്രൊജക്ടുകൾ ഇന്ന് തന്നെ നിലവിൽ വന്നു കഴിഞ്ഞു. വളരെ നല്ല സർവീസോടുകൂടി വളരാൻ പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഇ-കോമേഴ്സ്. ഇങ്ങനെ ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് ലോകത്തിലെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ നല്ലൊരു ബിസിനസ് അവസരമാണ് പേൾബെൻ അവതരിപ്പിക്കുന്നത്. തീർച്ചയായും താങ്കളെ പോലുള്ള ചെറുപ്പക്കാർ, പുതിയ തലമുറ ഈ ഒരു ബിസിനസിന്റെ ഭാഗമായി 100% എത്തിച്ചേരാൻ പോകുന്ന കാലത്തിലേക്കാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ സാഹചര്യം ഇന്ന് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം. ഇന്ത്യയിലെ തന്നെ ഒരു മൾട്ടിനാഷണൽ കമ്പനികളായ ജിയോ ഇന്ന് ഫ്രീ ആയി അവരുടെ ടോക്കൺ കൊടുക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. നമുക്ക് അവരുടെ ജിയോ
ആപ്പ് വഴി നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ജിയോ കോയിനുകളാണ്. പക്ഷെ അത് ജിയോയുടെ സർവീസ് മാത്രമാണ് നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കുക, വൺ പർപ്പസ് മാത്രമായിരിക്കും. പക്ഷെ ഇവിടെ PVC മെറ്റ ഒരു മൾട്ടി പർപ്പസ്, നിങ്ങൾക്ക് പണം ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അസറ്റാണ്, ഡിജിറ്റൽ അസറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു ചെറിയ കാര്യങ്ങളിലൂടെ എല്ലാം നമ്മളിനി മുന്നോട്ട് പോകുന്നത് വലിയ വലിയ കാര്യങ്ങളിലൂടെയാണ് എന്ന് തിരിച്ചറിയുന്ന പക്ഷം ഒരു വ്യക്തിക്ക് നിങ്ങളെ സമീപിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഷെയർ ഹോൾഡറായ ഒരു വ്യക്തിയുടെ അക്കൗണ്ട് ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന് ഏകദേശം 6 മാസം അല്ലെങ്കിൽ 1 വർഷം നിങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ലോകത്തിൽ ഇന്ന് വരുമാനം നേടുന്നതിൽ ഏറ്റവും വലിയ നിലയിലേക്ക് മാറാനുള്ള ഒരു അവസരമാണ് പേൾവെൽ നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. കട്ട് ചെയ്ത് പറ്റും നോക്കട്ടെ, എങ്ങനെയാ വന്ന് നോക്കട്ടെ.